ഒരു അലക്കലുമില്ല. ഞങ്ങൾ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത് ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന് ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ 200 വീടായി, ആകെ 400 വീടുകൾ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പോൾ 300 വീടാവും. അപ്പോൾ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടത്. അപ്പോൾ 300 വീട് നിർമ്മിക്കുന്നത് UDF ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കിയത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശേട്ടൻ 30 സെക്കൻഡ് കൊണ്ട് 300 വീടിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനി വീട് എവിടെ, ഫണ്ട് എവിടെ വെച്ചുകൊണ്ട് മൂപ്പരാരും ട്രോളാൻ നിൽക്കരുത്. പക്ഷെ സതീശേട്ട വേറൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ഇവിടെ ഒരു ദുരന്തം നടന്നപ്പോ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ ഗവൺമെന്റ് ഏറ്റവും പെട്ടെന്ന് 100 വീടിനുള്ള ഫണ്ട് തരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. അല്ലാതെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിന്റെ UDF അടങ്ങുന്ന കോൺഗ്രസുകാരോ അവിടെ പോയിട്ട് സഹായം വേണം അഭ്യർത്ഥിച്ചുകൊണ്ടും അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്നതൊന്നല്ല. ഇനി നിങ്ങൾ പറയുന്നത് ആ കോൺഗ്രസിന്റെ ഫണ്ട് കൊണ്ടാണ് ഇവിടെ 400 വീടിൽ 100 വീട് ഉണ്ടാക്കുന്നതെന്നാണ്. അവർ തന്നിട്ടുള്ള ഫണ്ട് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന 100 വീടേ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇന്ന് ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന വീടുകള് ആ പണം കൊണ്ടും വെക്കാൻ പറ്റുന്നതിന്റെ ഇരട്ടി വലുപ്പത്തിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ പണം കൊണ്ടാണ് സ്ഥലം വാങ്ങി വീട് വെക്കാന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ വെക്കുന്നതിന്റെ വീടിന്റെ 1/3 ഭാഗം മാത്രമേ അവിടെ വെക്കാൻ കഴിയുള്ളൂ. അതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിന്നെ അടുത്തത്, മുസ്ലിം ലീഗിന്റെ വീട് ഏകദേശം തീരുമാനമാകാനായിട്ടുണ്ട്. അത് ഉദ്ഘാടനം അടുത്ത മാസം ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ മുസ്ലിം ലീഗുകാർ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് UDFന്റെ പദ്ധതിയിൽ പെട്ടതാണ്, അല്ലെങ്കിൽ UDFന്റെ പദ്ധതിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയതാണെന്ന് മുസ്ലിം ലീഗുകാർ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗുകാർ ഓരോ സ്വന്തം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പിരിപ്പിച്ചെടുത്ത പണം കൊണ്ട് അവർ വെച്ചു കൊടുക്കുന്ന വീട് സ്ഥലമാണ് അത്. അതിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗുകാർ പറഞ്ഞോളൂ. പിന്നെ അടുത്ത ചോദ്യം, കോൺഗ്രസിന്റെ വീട് എവിടെ എന്നതാണ്. ഇത് പറയുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം ഇതുവരെ സ്ഥലം ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, അതിൽ തറക്കല്ലിട്ടില്ല. ഇനി ഫൗണ്ടേഷൻ നടത്തണം, ഇനി മെറ്റീരിയൽസ് ഒക്കെ എത്തണം, എന്നിട്ട് വീട് ഉണ്ടാക്കണം, എന്നിട്ട് ആ വീടിന്റെ പണികളൊക്കെ നടത്തിയിട്ട് അതിന്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങൾ വേണം. ഇതൊക്കെ ഏത് കാലത്താണ് നിങ്ങൾ നടത്താൻ പോണത്? ഇതിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞ് 1.5 കൊല്ലമായിട്ട് സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, 400 വീടിലധികം അവിടെ ഏകദേശം തീരുമാനം ആയിട്ടുണ്ട്. ഇനി 100 വീട് മുസ്ലിം ലീഗിന്റെ ആയിട്ടുണ്ട്. ഇനി മറ്റുള്ള ആരൊക്കെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന വീട് ഇവരൊക്കെ കൂടിയിരുന്നിട്ടും പിന്നെ ആർക്ക് വേണ്ടിയാണ് വീട് ഉണ്ടാക്കുന്നത്? ഒരു കാര്യം ചെയ്യുക, ആ കിട്ടിയ ഫണ്ട് എത്രയെന്ന് വെച്ചാല് ഇനി കണക്കും കാര്യം നോക്കണ്ട, നിങ്ങളെ കയ്യിൽ എത്ര ബാക്കിയുള്ളത് ആ പൈസ വല്ല ഈ വീട് കൂടുന്നവർക്ക് അല്ലെ കുടിരിക്കലിനൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഉപയോഗിക്കുക. കേരളക്കാരൊക്കെ മറന്നോളും. കാരണം കട്ടോ തിന്നോന്നും നോക്കണില്ല. ഇനി ഉള്ളത് എന്താ വെച്ചാൽ കൊടുത്താളി. അതിപ്പോ നിങ്ങളോട് പറയാം.